ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കളെ ബലം പ്രയോഗിച്ച് നീക്കി. ആലപ്പുഴയിൽ BJP പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ച് 1 മണിക്കൂറോളം സംഘർഷഭരിതമായിരുന്നു. പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് ചാണ്ടി ഉമ്മൻ MLA നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് BJP നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. തൃശൂരിലും ആലപ്പുഴയിലും BJP പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. പാലക്കാട് DMO ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BJP മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിലും ജലപീരങ്കി. ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം വരും ദിവസങ്ങളിലും വ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് 24. തന്റെ ജീവൻ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയെന്ന് മന്ത്രി സജി ചെറിയാൻ. 2019 അസുഖബാധിതനായി മരിക്കാറായതാണ്. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഏതാശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും. മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട്? ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ്, കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ചിലർ സ്വകാര്യ ആശുപത്രി പോകും. ഞാൻ സ്വകാര്യ ആശുപത്രി ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണ്. അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ്. അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ. സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലുണ്ട്. അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രി വന്ന് കാണത്തില്ല. കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനം എന്നതിൽ അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും. ഒരു സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും. അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടും, അങ്ങോട്ട് പോകണം. പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി മന്ത്രി രംഗത്തെത്തി. പ്രസ്താവനയെ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചതെന്ന് മന്ത്രി വിശദീകരിച്ചു. മന്ത്രി സജി ചെറിയാൻ അങ്ങനെ പറയില്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. അങ്ങനെ അദ്ദേഹം ഒരിക്കലും പറയില്ല. എനിക്ക് ഉറപ്പാണ് അദ്ദേഹം പറയില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ഈ ദിവസങ്ങളിൽ പറയുന്നത് വലിയ കോർപ്പറേറ്റുകൾ, ഇപ്പൊ നമ്മുടെ ഒരറ്റത്തുനിന്ന് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ നമ്മൾ നോക്കിയാൽ കാണാം, വലിയ കോർപ്പറേറ്റുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ വാങ്ങുകയാണ്. ബഹുമാന്യനായിട്ടുള്ള മിനിസ്റ്റർ അതിനെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. അത് തന്നെയാണ്, ഞാനത് കണ്ടിട്ടില്ല. അദ്ദേഹം മിനിസ്റ്റർ വളരെ ശക്തമായ ഭാഷയിൽ ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഹീനമായിട്ടുള്ള ശ്രമത്തിനെതിരെയാണ് ചെറിയ മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറയുന്നതും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് നവമിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുന്നത്. ബിന്ദുവിന്റെ കുടുംബത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായതിനാലാണ് ബിന്ദുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും കാത്തുനിൽക്കാതെ മകൾ നവമിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വീഴ്ചയിൽ നടുവിനേറ്റ പരിക്കും തുടർന്ന് കഴുത്തിനേറ്റ അണുബാധയും കാരണം 2 ശസ്ത്രക്രിയയാണ് നവമിക്ക് വേണ്ടത്. പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് സൗജന്യമായാണ് തുടർ ചികിത്സ. ബിന്ദുവിന്റെ മരണത്തിന് പിന്നാലെ നവമിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുത്തിരുന്നു. സർക്കാരിന്റെ സഹായം ആശ്വാസമായെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് ബിസ്രുദൻ 24നോട്. തീർച്ചയായും ഒരു സഹായമായി. അല്ലാതെ നമ്മൾ ഇവിടെ കൂടി ചികിത്സിക്കും. അസുഖം മാറണ്ടേ, പഠിക്കാൻ പോകണം. ശസ്ത്രക്രിയക്കായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നവമിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വ്യാഴാഴ്ചയാണ് കെട്ടിടം തകർന്നുണ്ടായ ദാരുണാപകടത്തിൽ ബിന്ദു മരിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബത്തെ സന്ദർശിച്ചു. ഇത് മിനിമം ഒരു കോമ്പൻസേഷൻ
സംസ്ഥാന സർക്കാർ ചെയ്യണം. ഒരു കുറ്റകരമായ ഒരു അനാസ്ഥയായിരുന്നു എന്നാണ് ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി എല്ലാവിധ സഹായം സംസ്ഥാന സർക്കാർ നൽകണം. ധനസഹായം, സ്ഥിരം തൊഴിൽ ഉൾപ്പെടെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ ഇടപെടൽ കാത്തിരിക്കുകയാണ് ബിന്ദുവിന്റെ കുടുംബം. 24 കോട്ടയം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ദന്തൽ കോളേജിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് കാറുകൾക്ക് കേടുപാട്. മതിലിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞത്. മഴ നനഞ്ഞ് മതിൽ അപകടാവസ്ഥയിലായി എന്ന് വിദ്യാർത്ഥികൾ നേരത്തെ അറിയിച്ചിരുന്നു. ആ ഒരു പ്രതികരണത്തിലേക്ക് നമ്മൾ ആദ്യം പോകുന്നു. ഈ ക്യാമ്പസ് സ്കൂളിലെ കുട്ടികളൊക്കെ വൈകുന്നേരം രാവിലെയും നടന്നു പോകുന്നൊരു വഴി. ഈ വഴിയിൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ അപകടമൊന്നുമില്ല, 2 വണ്ടികൾ മാത്രമുള്ളായിരുന്നു അതിൽ. അപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടും അവഗണിക്കപ്പെട്ടതാണ്. ഇതുപോലെ ഈ കേഷ്യാലിറ്റി മുതൽ ഇതുവരെ എപ്പം വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഭാഗത്തിലാണ് നിൽക്കുന്നത്. ചുറ്റുമതിലില്ല, കോമ്പൗണ്ട് വാളില്ല, ഒന്നുമില്ല. അത് ഏത് നിമിഷം ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലുള്ളത്. ഇത് ഈ സമയമായതുകൊണ്ട് ആരും അതിനുള്ളിൽ പെട്ടില്ല. ഇത് പല പ്രാവശ്യം പരാജയപ്പെട്ടതും ആരും ഒരു പ്രതികരണവുമില്ല. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഇത് ഈ സമയമായതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. എന്താണ് സംഭവിച്ചത്? ഇതിൽ പരാതിയൊക്കെ നൽകിയിട്ടും ആരും പരിഗണിച്ചില്ല. ആ പരാതികളൊക്കെ അവഗണിച്ചതിന്റെ ഫലമാണോ ഇപ്പോഴുണ്ടായ ഈ അപകടം? മിഥില, കേൾക്കാമെങ്കിൽ ഈ സമയമായതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നാണല്ലോ സംസാരിച്ചയാൾ നമ്മളോട് പറഞ്ഞത്. തന്നെയുമല്ല, ഇത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആരും അത് പരിഗണിച്ചില്ല. പരാതികളൊക്കെ അവഗണിച്ചു. അതിന്റെ ഫലമാണോ ഇപ്പോഴുണ്ടായ ഈ അപകടം? തീർച്ചയായും വിജയകുമാർ, ഈ ഒരു സമയമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആ ഒരു അപകടം ഒഴിവായത്. 2 കാറുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രദേശം എന്നത് മെഡിക്കൽ കോളേജിലേക്ക് ഏറെ എല്ലാ സമയത്തും രോഗികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ നിർത്തിയിടാറുണ്ട്. മാത്രമല്ല, തൊട്ടടുത്ത് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളുണ്ട്. വിദ്യാർത്ഥികൾ പോകുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു സ്ഥലം കൂടിയാണ്, ഇതുവഴി കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് ഈ ഒരു ഇടിഞ്ഞു വീണ ഒരു സ്ഥലമാണിത്. ഇതിനു മുൻപ് തന്നെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങളും തന്നെ പരാതി നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയുള്ള നാട്ടുകാരുണ്ട്, അവരോട് ചോദിച്ചു നോക്കാം എന്താണ് ഇവർക്ക് ഇതിൽ പറയാനുള്ളത് എന്നുള്ളത്. എന്താണ് ഇതിനു മുൻപ് ഇത്തരത്തിൽ നിങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ വിഷയമല്ല, അതിന് താഴത്തു ഒരു വിഷയം ഡ്രെയിനേജ് ഉണ്ടാക്കി. ഡ്രെയിനേജിൻ്റെതായ ഒരു വിഷയം വേറെ ഉണ്ട്. അത് പാർക്കിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടുത്തെ തന്നെ ഒരു ഇത് ഉണ്ടാക്കിയാൽ മതി, നടപ്പാതെ ഉണ്ടാക്കുക. അതേമാതിരി അവിടെ ഉണ്ടാക്കണോ? അവിടുത്തെ തന്നെ പകുതി ഡ്രെയിനേജ് ഉണ്ടാക്കി വെച്ച് ഡ്രെയിനേജ് ഞങ്ങൾ താൽക്കാലികമായിട്ട് തടഞ്ഞിരിക്കുന്നത്. ഡ്രെയിനേജിൻ്റെ ആവശ്യമില്ല. മെഡിക്കൽ കോളേജിൽ വേസ്റ്റ് വാട്ടർ കൊല അനുഭവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അത് നിർത്തണോ? പിന്നെ ആ ഇതിലെ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് സമയത്ത് വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന ഒരു ക്യാമ്പസ് ഹൈസ്കൂളിൽ ഒരു 5000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. രാവിലെ 10 മണി വരെ കുട്ടികൾ നടന്നു പോകുന്നു. വൈകുന്നേരം അതേമാതിരി ഏറ്റവും കൂടുതൽ കുട്ടികൾ മെഡിക്കൽ കോളേജിൽ ബസ് കയറി പോകുന്ന കുട്ടികൾ. ആ സമയത്താണ് ഇത് സംഭവിച്ചെങ്കിൽ ഇന്നത്തെ അവസ്ഥ ഇതല്ല. ഇത് ഒരു 4-5 ദിവസം മുമ്പ് തന്നെ എല്ലാ മീഡിയകളിലും ഇത് പൊളിഞ്ഞു വീഴാനായി എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും ഈ മതിൽ മൊത്തം കേഷ്യാലിറ്റി വരെ ഏത് നിമിഷവും ഒളിഞ്ഞു വീഴാനുള്ള അവസ്ഥയാണുള്ളത്. ഒരുപാട് കുട്ടികൾ ക്യാമ്പസ് കുട്ടികൾ നടന്നു പോകുന്ന സ്ഥലം. ഏത് നിമിഷവും ഇങ്ങനത്തെ അപകടം വന്നിട്ട് ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് മൊത്തം. അതിനു മുമ്പ് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് അധികാരികളോട് പറഞ്ഞിട്ടും ഒരു പരിഹാരവുമില്ലാത്ത അവസ്ഥയിലാണ്. സിസ്റ്റം ശരിയല്ല എന്നൊരു. തീർച്ചയായും വിജയകുമാർ, ഇതാണ് ഒരുപാട് തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. അല്പസമയം മുമ്പ് കോളേജ് പ്രിൻസിപ്പളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം,
ഇന്ന് ഈ ചുറ്റുമതിൽ ഇവിടുത്തെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി PWD ഉദ്യോഗസ്ഥർ വരാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ മഴ കാരണം അവർ ഇന്ന് ഈ ഒരു പണി തുടങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് അല്പസമയം മുമ്പ് നമ്മൾ ആശുപത്രി പ്രിൻസിപ്പളുമായി സംസാരിച്ചപ്പോൾ വ്യക്തമായിട്ടുള്ളത്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നത്. എന്തു തന്നെയാലും വലിയൊരു അപകടമാണ്, ഈ ഒരു രാത്രി സമയത്തായതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായിട്ടുള്ളത്. 2 കാറുകൾക്ക് കേടുപാട് സംഭവിച്ചു എന്നല്ലാതെ മറ്റ് അനിഷ്ട സംഭവത്തിലേക്കൊന്നും പോയിട്ടില്ല. വിജയകുമാർ. യെസ്, മഴ നനഞ്ഞ ഈ മതിൽ അപകടാവസ്ഥയിലാണ് എന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അധികൃതരെ അറിയിച്ചിരുന്നു. പക്ഷേ ആരും അത് ആ പരാതി ഗൗരവത്തിലെടുത്തില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ഈ സമയമായതുകൊണ്ട്, ഈ രാത്രി വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല എന്ന് പറയാം. അല്ലെങ്കിൽ നിരവധി ആളുകൾ നടന്നു പോകുന്ന ഒരു ഭാഗം കൂടിയാണ്. മറ്റു തരത്തിലുള്ള അപകടങ്ങളിലേക്കൊക്കെ പോകുമായിരുന്നു, അത് സംഭവിച്ചില്ല എന്നതാണ് ഒരു ആശ്വാസം. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. നിപ സ്ഥിരീകരിച്ച പാലക്കാട്ടും മലപ്പുറത്തും ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നു. 461 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. ഇതിൽ 27 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. സമ്പർക്ക പട്ടികയിലെ 48 പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ 46 നെഗറ്റീവായതും ആശ്വാസമായി. സംസ്ഥാനത്ത് ആദ്യമായാണ് 2 ജില്ലകളിൽ ഒരേ സമയം നിപ സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രതയിലാണ്. 2 ജില്ലകളിലുമായി 461 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. മലപ്പുറത്ത് 252 പേരും പാലക്കാട് 209 പേരും. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 2 ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾ CT സ്കാൻ ടെക്നീഷ്യനാണ്. മന്ത്രി പറഞ്ഞു, മലപ്പുറത്ത് 252 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. പാലക്കാട് 209 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. ഇതിൽ കുറച്ച് പേര് കോഴിക്കോട് ജില്ലയിലുമുണ്ട്. ആകെ 461 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 461 പേരിൽ 27 പേരാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളവർ. 27 പേരിൽ 4 പേര് പരിലക്ഷണങ്ങളുണ്ട്. 48 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. അതിൽ 46 സാമ്പിളുകൾ നെഗറ്റീവാണ് എന്നുള്ളത് കണ്ടെത്തി. ഹൈറിസ്ക് പട്ടികയിലുള്ള എല്ലാവരെയും ക്വാറന്റൈനിലാക്കി. 21 ദിവസം ക്വാറന്റൈൻ പാലിക്കണം. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലയിലുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. കണ്ടെയ്ൻമെന്റ് സോണിൽ താമസിക്കുന്ന ഇതര പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കാനും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്താനും വിദ്യാഭ്യാസ വകുപ്പ് സംവിധാനം ഒരുക്കണമെന്നും മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് 8706 വീടുകളിൽ പനി ബാധിതരെ കണ്ടെത്താനുള്ള സർവൈലൻസ് പൂർത്തിയാക്കി. നിപയുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം കേസുകൾ സൈബർ സെല്ലിന് കൈമാറുമെന്നും അറിയിച്ചു. 24 മലപ്പുറം. എറണാകുളം അങ്കമാലി അയ്യമ്പുഴയിൽ പനി ബാധിച്ചു മരിച്ച കുട്ടിയുടെ വീട്ടിലെ നായ്ക്ക് പേവിഷബാധയെന്ന് സംശയം. ചുള്ളി പടയാട്ട് വീട്ടിൽ ഷിജുവിന്റെ മകൾ ജലീറ്റയാണ് ശനിയാഴ്ച മരിച്ചത്. കുട്ടിയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. 2 ആഴ്ച മുൻപാണ് ജലീറ്റയുടെ വീട്ടിലെ നായ ചത്തത്. സമീപ വീട്ടിലെ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. തുടർന്നാണ് മരിച്ച കുട്ടിയുടെ വീട്ടിലെ നായയുടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചത്. എറണാകുളം തൃക്കാക്കരയിൽ മധ്യവയസ്കനെ തെരുവുനായ ആക്രമിച്ചു. തേവയ്ക്കൽ നെല്ലിക്കൽ വീട്ടിൽ വിനോദിനെയാണ് ആക്രമിച്ചത്. ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു ആക്രമണമുണ്ടായത്. കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിക്ക് അയവില്ല. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചെങ്കിലും സർവകലാശാലയിൽ ഇന്നും കസേരകളിയായിരുന്നു. സിൻഡിക്കേറ്റിനെ മറികടന്ന് വീണ്ടും വൈസ് ചാൻസലർ താൽക്കാലിക രജിസ്ട്രാറെ നിയമിച്ചു. ചാൻസലർക്ക് ഡോക്ടർ സിസ തോമസ് റിപ്പോർട്ടും നൽകി. അതിനിടെ രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ ഹർജിയും ഹൈക്കോടതി തീർപ്പാക്കി. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോരിൽ അസാധാരണമായ ഭരണപ്രതിസന്ധിയാണ് കേരള സർവകലാശാലയിൽ. പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് സസ്പെൻഷൻ പിൻവലിച്ചതിനെ തുടർന്ന് ഡോക്ടർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി. താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് അവഗണിച്ച് രജിസ്ട്രാർ ചുമതലയുണ്ടായിരുന്ന P ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. പിന്നാലെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ മിനി കാപ്പനെ രജിസ്ട്രാറുടെ ചുമതല നൽകി താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് ഉത്തരവിറക്കി. ഇതോടെ സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാർ എന്ന നിലയിലായി. ഇതിനിടെ സിൻഡിക്കേറ്റ് ചേർന്ന് സസ്പെൻഷൻ റദ്ദാക്കിയ സാഹചര്യത്തിൽ ഹർജി പിൻവലിക്കുന്നതായി ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതി അറിയിച്ചു. ഹൈക്കോടതി ഹർജി തീർപ്പാക്കി. എന്നാൽ ഹൈക്കോടതിയെ വിമർശിച്ച മുൻ MLA കൂടിയായ സിൻഡിക്കേറ്റ് അംഗം R രാജേഷിനെതിരെ കോടതി സ്വമേധയാ കേസെടുക്കും. ഗവർണറോട് വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇവിടെ നിരന്തരം നമ്മുടെ ക്യാമ്പസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടപെടലുകൾ നടക്കുന്നു. അത് ഒരു കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമാണ് എന്ന്
നന്നായി തിരിച്ചറിഞ്ഞു പോകണം എന്ന് തന്നെ അത് ഉറക്കെ പറയേണ്ട കാലമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സർക്കാരും ഗവർണറും ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടി നിയമപരമല്ലെന്ന് ഗവർണർക്ക് താൽക്കാലിക VC റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. മുംബൈ ഭീകരാക്രമണ കേസിൽ പാകിസ്ഥാൻ പങ്ക് വെളിപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണ ആക്രമണം ആസൂത്രണം ചെയ്തത് പാക് രഹസ്യാന്വേഷണ ഏജൻസിയാണെന്നും പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്തനായിരുന്നു താനെന്നും ചോദ്യം ചെയ്യലിൽ തഹാവൂർ റാണ വെളിപ്പെടുത്തിയെന്നാണ് വിവരം. മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിലാണ് റാണയുടെ നിർണായക വെളിപ്പെടുത്തൽ. പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്തനായിരുന്നു താൻ. 2008 ആക്രമണം നടക്കുന്ന സമയത്ത് മുംബൈയിൽ ഉണ്ടായിരുന്നു. 2003-2004 കാലഘട്ടത്തിൽ താനും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ലഷ്കർ ക്യാമ്പുകളിൽ പങ്കെടുത്ത പരിശീലനം നേടിയിട്ടുണ്ടെന്നും തഹാവൂർ റാണ വെളിപ്പെടുത്തിയതായാണ് വിവരം. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്ന വിവരങ്ങളും മുംബൈ ക്രൈംബ്രാഞ്ചിനോട് റാണ അറിയിച്ചിട്ടുണ്ട്. ആക്രമണം ആസൂത്രണം ചെയ്തത് പാകിസ്ഥാൻ ISI ആയിരുന്നു. ഭീകരാക്രമണം നടന്ന സ്ഥലങ്ങൾ നേരത്തെ സന്ദർശിച്ച് വിവരങ്ങൾ കൈമാറിയതായും റാണ സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ. തഹാവൂർ റാണയുടെ ഈ വെളിപ്പെടുത്തലുകൾ മുംബൈ ഭീകരാക്രമണ കേസിൽ ഇന്ത്യയുടെ കണ്ടെത്തലുകളെ ശരിവയ്ക്കുന്നതാണ്. ആക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാന്റെ പങ്ക് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏപ്രിൽ 10 അമേരിക്കയിൽ തടവിലായിരുന്ന തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ചത്. 24 ഡൽഹി. മഹാരാഷ്ട്ര തീരത്ത് അറബിക്കടലിൽ അജ്ഞാത ബോട്ട് കണ്ടതായി വിവരം. റായ്ഗഡ് തീരത്ത് നിന്ന് 2 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ കണ്ടത്. പാക് ബോട്ട് എന്ന സംശയത്തെ തുടർന്ന് കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധനയാണ് അറബിക്കടലിൽ. ഇന്നലെ രാത്രിയാണ് ഒരു അജ്ഞാത ബോട്ട് ഇന്ത്യൻ സമുദ്ര അതിർത്തി കടന്നതായി വിവരം ലഭിക്കുന്നത്. ബോട്ടിൽ ആരെയും കണ്ടില്ല എന്നതായിരുന്നു പ്രാഥമിക വിവരം. പാകിസ്ഥാനിൽ നിന്നുള്ള ബോട്ടാണെന്ന സംശയത്തെ തുടർന്ന് രാത്രി തന്നെ കോസ്റ്റ് ഗാർഡ് അടക്കം തെരച്ചിൽ തുടങ്ങി. പ്രതികൂല കാലാവസ്ഥയിലാണ് തെരച്ചിൽ. ഉപേക്ഷിക്കപ്പെട്ട ബോട്ട് തിരയിൽപ്പെട്ട് ഇന്ത്യൻ തീരമേഖലയിലേക്ക് എത്തിയതാകാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ തീരത്തടിഞ്ഞേക്കും. തീരമേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2008 ഭീകരാക്രമണത്തിനായി ഭീകരർ എത്തിയത് ബോട്ടിലായിരുന്നു. 2022 AK-47 അടക്കം ആയുധങ്ങളുമായി ഒരു ബോട്ട് റായ്ഗഡ് തീരത്ത് അടിയുകയും ചെയ്തിരുന്നു. ഇത്തരം അനുഭവങ്ങൾ മുന്നിലുള്ളതിനാൽ സംഭവത്തെ ഗൗരവ സ്വഭാവത്തോടെ തന്നെ കാണുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. 24 മുംബൈ. ചാനവർത്തി കേസിലെ പ്രതി ജ്യോതി മൽഹോത്ര കേരളം സന്ദർശിച്ചത് ദേശീയ തലത്തിൽ ചർച്ചയാക്കുകയാണ് BJP. ജ്യോതിയുടെ സന്ദർശനം അപ്രതീക്ഷിതമായിരുന്നില്ല എന്ന് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ 24നോട് പറഞ്ഞു. കേരളത്തെ BJP അനാവശ്യ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെന്ന് CPI കുറ്റപ്പെടുത്തി. ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ സംസ്ഥാന സർക്കാർ ക്ഷണപ്രകാരമുള്ള കേരള സന്ദർശനം LDFനും സർക്കാരിനുമെതിരെയുള്ള പ്രചാരണായുധമാക്കുകയാണ് BJP. സംസ്ഥാന സർക്കാരിൻ്റേത് ദേശവിരുദ്ധരെ സംരക്ഷിക്കുന്ന രീതിയെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ. This is shocking, but at the same time not unexpected, because Kerala government has always shielded anti-nationals. She is now being investigated as a Pak spy, and she was called and sponsored her Kerala tour by Kerala government. BJP വിമർശനത്തെ ശക്തമായി പ്രതിരോധിച്ച ഇടതുപക്ഷവും രംഗത്തെത്തി. കേരളത്തെ പഴിചാരുന്നതിലൂടെ ദേശീയ സുരക്ഷയിലെ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് CPI ആരോപിച്ചു. കേരളമാണോ ജ്യോതി മൽഹോത്രയ്ക്ക് പാകിസ്ഥാൻ സന്ദർശനത്തിന് വഴി ഒരുക്കിയതെന്ന് CPI MP P സന്തോഷ് കുമാർ ചോദിച്ചു. 24 ഡൽഹി. പാറ ഇടിഞ്ഞു വീണ അതിഥി തൊഴിലാളി മരിച്ച പത്തനംതിട്ട കോന്നിയിലെ ക്വാറിയുടെ പ്രവർത്തനം നിരോധിച്ചു. അപകടത്തിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. പാറ ഇടിഞ്ഞു വീഴുന്നതിനാൽ ക്വാറിയിലെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വൈകി വരുന്ന തീരുമാനങ്ങളാണിത്, ഈ പാറമടയുടെ ഈ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതൊക്കെ. ഇപ്പോൾ നാട്ടുകാർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, അവർ പരാതി പറഞ്ഞതാണ് പല ഘട്ടങ്ങളിൽ. പഞ്ചായത്ത് പക്ഷേ അതിനൊന്നും വഴങ്ങിയില്ല, ഉദ്യോഗസ്ഥർ അതിനൊന്നും വഴങ്ങിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് കളക്ടറുടെ നിർദ്ദേശം ഇപ്പോൾ? അതായത് വിജയകുമാർ, ഈ അപകടമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ പാറമടയുടെ
പ്രവർത്തനം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ അപകടത്തിൽ ഒരു മരണം ഉൾപ്പെടെ സംഭവിച്ചു. ഈ സാഹചര്യത്തിൽ ഈ നാട്ടുകാർക്കും ഒപ്പം തന്നെ പരിസര പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ ഈ കോറിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാനാണ് നിലവിൽ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത് നിർദ്ദേശം. പോലീസ് ഉൾപ്പെടെ ഉത്തരവ് നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കളക്ടർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അപകടത്തിൽ മരിച്ച ഒഡീഷ സ്വദേശിയെ നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മഹാദേവ പ്രധാൻ എന്ന ഒഡീഷ സ്വദേശിയാണ് കോന്നിയിലെ കോറി അപകടത്തിൽ മരണപ്പെട്ടു എന്ന് നിലവിൽ ജില്ലാ ഭരണകൂടം സ്ഥിരീകരിക്കുന്നത്. മറ്റൊരാൾ ഇപ്പോഴും പാറക്കെട്ടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം നാളെ രാവിലെ 7 മണിയോടെ പുനരാരംഭിക്കുമെന്നാണ് ഫയർഫോഴ്സും NDRF-ഉം നിലവിൽ അറിയിക്കുന്നത്. വൈകിട്ടോടുകൂടിയാണ് NDRF സംഘം ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയും ഒപ്പം തന്നെ ഈ കോറിയിൽ നിന്ന് തുടർച്ചയായി കല്ലുകൾ ഇങ്ങോട്ട് വീഴുന്നതും രക്ഷാപ്രവർത്തനത്തിന് പ്രതിരോധമായി സംഭവങ്ങളായി. അതോടുകൂടി രാത്രിയോടുകൂടി രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് നാളെ 7 മണിയോടുകൂടി പുനരാരംഭിക്കാനാണ് നിലവിലെ തീരുമാനം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോന്നി പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് കേസ്. ആരെയും പ്രതി ചേർത്തിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് തുടർ നടപടികളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ രാവിലെ ആയിരിക്കും ഉണ്ടാകുക. നാട്ടുകാരുൾപ്പെടെ കോറിയുടെ പ്രവർത്തനം സംബന്ധിച്ച ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധം, അവരുടെ ഒരു രോഷം ജയശങ്കർ, എന്തായാലും ഈ ക്വാറിയുടെ പ്രവർത്തനം നിരോധിച്ചുകൊണ്ട് കളക്ടറുടെ ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. അപകടത്തിന് പിന്നാലെയാണ് ഈ ഉത്തരവ് ഇറക്കിയത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പാറമടക്കെതിരെ, ക്വാറിക്കെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു, പരാതി നൽകിയിരുന്നു. അതൊന്നും കണക്കിലെടുത്തില്ല, പരിഗണിച്ചില്ല എന്നൊക്കെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ഈ അപകടമുണ്ടായി, ഒരു ജീവൻ നഷ്ടമായി, ഒരാളെ കാണാനില്ല ഘട്ടത്തിലാണ് ഇപ്പോൾ ആ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പത്തനംതിട്ട കോന്നിയിൽ പാറമട അപകടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മറ്റൊരാൾ കൂടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. പ്രതികൂല കാലാവസ്ഥയും പാറ ഇടിഞ്ഞു വീഴുന്നതും കണക്കിലെടുത്ത് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ പാറ ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു കോന്നി പയ്യനാമൺ ചെങ്കളത്ത് ക്വാറി ഇൻഡസ്ട്രീസിൽ അപകടമുണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ ഹിറ്റാച്ചി ഓപ്പറേറ്റർ അജയ് റായ്, സഹായ് മഹാദേവ പ്രധാൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും പാറ ഇടിഞ്ഞു വീണുകൊണ്ടിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. ജിയോളജിസ്റ്റ് എന്താ വെച്ചാൽ ഇത് അളന്നത്? ഞങ്ങൾ ഡ്രോൺ സർവേ നടത്തണമെന്ന് ഞങ്ങൾ ഇത് പറഞ്ഞിട്ട് 6 മാസത്തിൽ കൂടുതലായി. കാരണം ഇതെത്ര പൊട്ടിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയാൻ വേണ്ടി ഡ്രോൺ സർവേ നടത്തണമെന്ന്. ഇതുവരെ ജിയോളജിസ്റ്റ് അതിന് ഒരുങ്ങിയിട്ടില്ല. ഈ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി കോന്നി പഞ്ചായത്ത് സെക്രട്ടറിയും ജിയോളജിസ്റ്റുമാണ്. ഇതിനിടെ പാറ കഷ്ണങ്ങൾക്കിടയിൽ നിന്നും മഹാദേവ പ്രധാന്റെ മൃതദേഹം ഫയർഫോഴ്സ് പുറത്തെടുത്തു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് തിരുവല്ലയിൽ നിന്നുള്ള NDRF സംഘവും സ്ഥലത്തെത്തി. എന്നാൽ പാറ ഇടിഞ്ഞതോടെ തിരച്ചിൽ തടസ്സപ്പെട്ടു. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ നേരിട്ടെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. രാവിലെ 7 മണിയോടെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പ്രേംകൃഷ്ണൻ IAS. അതിൻ്റെ മുകളിലെല്ലാം പാറ മൂടി കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഫയർഫോഴ്സിനെ കൊണ്ട് ആ ഒരു സ്ഥലം ചെക്ക് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ക്രെയിനും കാര്യങ്ങളും കൊണ്ടുവരാനിരിക്കുമ്പോഴാണ് ഇപ്പോൾ വലിയ പാറ സ്ലിപ്പായി മൊത്തം താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നല്ല ഈർപ്പവും ചെറിയ മഴയും ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കടക്കുക വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്നത്തെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ സർവേ ചെയ്ത് നോക്കിയ ശേഷം നാളെ രാവിലെ വീണ്ടും പുനരാരംഭിക്കാമെന്നാണ് കരുതുന്നത്. കോന്നി പഞ്ചായത്തിൽ മാത്രം 8ഓളം ക്വാറികളാണ് പ്രവർത്തിക്കുന്നത്. ദുരന്തമുണ്ടായ ക്വാറിയടക്കം ഇതിൽ പലതും അപകടകരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ആക്ഷേപം. 24 പത്തനംതിട്ട. ആലപ്പുഴ അമ്പലപ്പുഴയിൽ മദ്യപിച്ചെത്തിയ മകന്റെ മർദ്ദനത്തിൽ അമ്മ മരിച്ചു. കഞ്ഞിപ്പാടം ആശാരിപ്പറമ്പിൽ ആനിയാണ് മരിച്ചത്. മകൻ ജോൺസൺ ജോയ് പോലീസ് കസ്റ്റഡിയിലായി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീട്ടിലുണ്ടായ തർക്കത്തിന് പിന്നാലെ മകൻ അമ്മയെ മർദ്ദിച്ച് അവശയാക്കിയത്. മദ്യപിച്ചെത്തിയ ശേഷമായിരുന്നു ജോൺസൺ ജോയിയുടെ ആക്രമണം. ആനിക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. മർദ്ദനം തടയാനെത്തിയ പിതാവ് ജോയിയെയും ജോൺസൺ മർദ്ദിച്ചു. ഇരുവരും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെങ്കിലും ആനിയുടെ പരിക്ക് ഗുരുതരമായതിനാൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് വൈകുന്നേരത്തോടെയാണ് മരണം. ജോൺസൺ മദ്യപിച്ചെത്തി സ്ഥിരം വഴക്കുണ്ടാക്കാറുണ്ടെന്ന് സമീപവാസികൾ പറയുന്നു.
മർദ്ദനത്തിന് പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ജോൺസനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ആനി മരിച്ചതോടെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ്. 24 ആലപ്പുഴ. ബീഹാറിൽ ദുർമന്ത്രവാദികളെന്നാരോപിച്ച് ആൾക്കൂട്ടം ഒരു കുടുംബത്തിലെ 5 പേരെ ജീവനോടെ ചുട്ടുകൊന്നു. ബന്ധുവിന്റെ കുഞ്ഞു മരിച്ചത് കുടുംബത്തിലെ ദുർമന്ത്രവാദികളുടെ സാന്നിധ്യം കാരണമെന്ന് ആരോപിച്ചായിരുന്നു കൊടും ക്രൂരത. ആൾക്കൂട്ട ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ 16-കാരനാണ് സംഭവം പോലീസിനെ അറിയിച്ചത്. ഗ്രാമത്തലവൻ ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തു. പൂർണിയ ജില്ലയിലെ ഗ്രാമത്തിൽ ഞായറാഴ്ച രാത്രിയാണ് ആൾക്കൂട്ടം അന്ധവിശ്വാസത്തിന്റെ പേരിൽ അഴിഞ്ഞാടിയത്. 3 സ്ത്രീകൾ ഉൾപ്പെടെ 5 പേരാണ് ഇരകൾ. ബാബുലാൽ, ഭാര്യ സീതാദേവി, അമ്മ കറ്റോ മസോമത്ത്, മകൻ മംജിദ്, മരുമകൾ റാണി ദേവി എന്നിവരെ ജീവനോടെ ചുട്ടുകൊല്ലുകയായിരുന്നു. പുരുഷന്മാരെ സ്ത്രീകളുടെ മുന്നിലിട്ട് ക്രൂരമായി മർദ്ദിച്ച ശേഷമാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട 16-കാരനാണ് സംഭവം പുറം ലോകത്തെ അറിയിച്ചത്. പോലീസ് പരിശോധനയിൽ കുറ്റിക്കാടിനിടയിൽ നിന്നും 5 പേരുടെയും മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. 3 ദിവസം മുൻപ് കുടുംബത്തിലെ ഒരു കുട്ടി ചികിത്സയ്ക്കിടെ മരിച്ചിരുന്നു. 2ാമത്തെ കുഞ്ഞിനും രോഗം ബാധിച്ചതോടെ ഇതിനു കാരണം മന്ത്രവാദികളുടെ സാന്നിധ്യമെന്ന് ആരോപിക്കുകയായിരുന്നു. സംഭവത്തിൽ ഗ്രാമത്തലവൻ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോയ 50-ലധികം പേർക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. 24 ഡൽഹി. കോഴിക്കോട് കാക്കൂരിൽ ചേലാകർമ്മത്തിനെത്തിച്ച 2 മാസം പ്രായമുള്ള ആൺകുഞ്ഞു മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ബാലാവകാശ കമ്മീഷനും DMOയും. ചികിത്സാപ്പിഴ ഉണ്ടായിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുഞ്ഞിനെ ആദ്യം പ്രവേശിപ്പിച്ച ക്ലിനിക്കിലെ അധികൃതർ. ഇന്നലെ ഉച്ചയോടെയാണ് കുഞ്ഞിനെ സുന്നത്ത് ചെയ്യാൻ കാക്കൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് മരുന്നു നൽകിയതോടെ കുഞ്ഞ് അബോധാവസ്ഥയിലാവുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് നഗരത്തിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ക്ലിനിക്കിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന സംശയത്തിലാണ് ബന്ധുക്കൾ. എന്നാൽ ഈ ആരോപണം പൂർണ്ണമായി തള്ളുന്നു ക്ലിനിക്ക് അധികൃതർ. തൊട്ടടുത്ത് ഞങ്ങൾ ഇവിടെയുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ നഴ്സ് അവരെ ബന്ധുവാണ്. അവർ കൂടെ ഉണ്ടായിരുന്നു. കുട്ടിക്ക് അസ്വസ്ഥത പ്രകടിപ്പിച്ച് തന്നെ അവർ കുട്ടിയെ വാങ്ങുകയും തട്ടുകയും അവരെ രീതിയിലുള്ള ചികിത്സ നടത്തുന്ന സമയത്ത് കുട്ടി കരയുന്നുണ്ട്. ഇവിടുന്ന് ഓക്സിജൻ സംവിധാനത്തോടുകൂടിയുള്ള ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കുട്ടി പോകുന്ന അവിടെ എത്തുന്നവരെ ജീവനുണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവിടെ എത്തിയാലും അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധപ്പെട്ടോന്ന് അറിയില്ല. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ DMOയോട് റിപ്പോർട്ട് തേടി. ചികിത്സാ പിഴവ് ഉണ്ടായോ എന്ന ഫീൽഡ് റിപ്പോർട്ട് DMOയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് പണിമുടക്ക്. ഗതാഗത കമ്മീഷണർ H. നാഗരാജു വിളിച്ചു ചേർത്ത ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് ബസ് ഉടമകൾ സമരത്തിലേക്ക് കടന്നത്. സ്വകാര്യ ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിലപാടിൽ പിന്നോട്ടില്ലെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. നാളെ സൂചന സമരം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരം. ഇന്ന് നടത്തിയ ചർച്ചയിൽ ഒരുറപ്പും തങ്ങൾക്ക് ലഭിച്ചില്ലെന്ന് ബസ് ഉടമകൾ. 8-ാം തീയതി ഒരു ദിവസം സൂചനാ സമരം കൊടുത്ത് ഞങ്ങളുടെ ഈ വിഷയത്തിൽ ഒരു ചർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. 17 മാസമായിട്ട് ഗതാഗത വകുപ്പ് മന്ത്രി വന്നതിന് ശേഷം ഞങ്ങൾ ഈ വിഷയം ഞങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല. ഒരു സമരമുഖത്ത് മാത്രമേ ഞങ്ങളൊരു ചർച്ച ചെയ്യാൻ പോലും ഗവൺമെന്റ് തയ്യാറാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ സമരം മാറ്റിവെക്കാതെ ഞങ്ങളുടെ വിഷയത്തിൽ തീരുമാനം ഉണ്ടാവട്ടെ. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക, വ്യാജ കൺസെഷൻ കാർഡുകൾ നിർത്തലാക്കുക തുടങ്ങി തൊഴിലാളികൾക്കുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പിൻവലിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. നാളത്തെ സൂചനാ സമരം കഴിയുമ്പോൾ മന്ത്രി വിഷയത്തിൽ നേരിട്ടിടപെടുമെന്നാണ് പ്രതീക്ഷയെന്ന് ബസ് ഉടമകൾ പറയുന്നു. 24 പാലക്കാട്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സർവകലാശാല വിഷയത്തിൽ കടുത്ത നടപടിക്കൊരുങ്ങുന്നു രാജ്ഭവൻ. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിടാമെന്ന് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു. രാജ്ഭവൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീകുമാറും സ്വകാര്യ അഭിഭാഷകരും നിയമോപദേശം നൽകി. ഗവർണറുടെ തീരുമാനം നാളെ ഉണ്ടാകും. ഡോക്ടർ സിസ തോമസിന്റെ റിപ്പോർട്ടിലാണ് നിയമോപദേശം തേടുകയും അത് ലഭിക്കുകയും ചെയ്തത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഇപ്പോൾ ഒരു ഏറ്റുമുട്ടലിന്റെ വക്കിലാണ് രാജ്ഭവനും സിൻഡിക്കേറ്റും ഒക്കെ. അത് കുറെ കൂടി കലുഷിതമാകും. കടുത്ത നടപടിയിലേക്ക് പോവുകയാണ് രാജ്ഭവൻ, അല്ലേ?
തീർച്ചയായും കടുത്ത നടപടിയിലേക്ക് രാജ്ഭവൻ പോവുകയാണ്. ഇന്ന് സിസ തോമസിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ അതിന്റെ സൂചനയുണ്ടായിരുന്നു. സിസ തോമസ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം നിയമവിരുദ്ധമാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു റിപ്പോർട്ട് നൽകിയത്. രജിസ്ട്രാർ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് മുകളിൽ ചാൻസലർ എന്ന ഗവർണർക്ക് ഇടപെടണമെങ്കിൽ അതിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനം നടക്കണം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിയമവിരുദ്ധ പ്രവർത്തനമായിട്ടാണ് ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം, അതായത് സിൻഡിക്കേറ്റ് യോഗം അവസാനിപ്പിച്ചുകൊണ്ട് സിസ തോമസ് ഇറങ്ങിയതിനു ശേഷവും സിൻഡിക്കേറ്റ് ചേരുകയും ഒരു തീരുമാനമെടുക്കുകയും രജിസ്ട്രാർ KS അനിൽകുമാറിനെ തിരികെ എടുക്കുകയും ചെയ്ത തീരുമാനത്തെ സിസ തോമസ് വിലയിരുത്തിയത്. ആ നിയമവിരുദ്ധ തീരുമാനം എന്ന റിപ്പോർട്ട് ലഭിച്ച പ്രകാരം രാജ്ഭവൻ നിയമോപദേശം തേടി. രാജ്ഭവന്റെ അഭിഭാഷകൻ ശ്രീകുമാർ സ്വകാര്യ അഭിഭാഷകന്റെയും നിയമോപദേശം തേടി. രണ്ട് നിയമോപദേശത്തിലും ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ ഏറ്റവും എക്സ്റ്റൻഡായ നടപടി എന്ന് പറയുന്നത് ആവശ്യമെങ്കിൽ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാം, അല്ലെങ്കിൽ ആ യോഗത്തിലെ തീരുമാനങ്ങൾ അസാധുവാക്കാം. നിലവിൽ ഈ രണ്ട് നിയമോപദേശവും രാജ്ഭവന് നൽകിയിരിക്കുന്നു. ആവശ്യമെങ്കിൽ ആ സിൻഡിക്കേറ്റ് യോഗം അസാധുവാക്കാം, അല്ല എങ്കിൽ ആ സിൻഡിക്കേറ്റ് തന്നെ പിരിച്ചുവിടാവുന്ന തീരുമാനം. ആ സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ എത്താനാണ് സാധ്യത. കാരണം കടുത്ത നിലപാടെടുക്കാൻ രാജ്ഭവൻ ഇപ്പോൾ ഒരു ആലോചനയുണ്ട്. കാരണം രാജ്ഭവൻ ഗവർണർ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു പരിപാടി, ആ പരിപാടി റദ്ദാക്കാൻ രജിസ്ട്രാർ തീരുമാനിക്കുന്നു. അതും ആ പരിപാടി റദ്ദാക്കി എന്നുള്ള അറിയിപ്പ് ഈ ഇത്തരത്തിൽ നേരിട്ട് രജിസ്ട്രാർ വിളിച്ചു പറയുന്നു. VSCയുടെ അനുവാദമില്ലാതെ തന്നെ വിളിച്ചു പറയുന്നു. ഈ സാഹചര്യത്തിലെല്ലാം കണക്കാക്കിക്കൊണ്ടായിരുന്നു കടുത്ത എതിർപ്പിലായിരുന്നു രാജ്ഭവൻ. അതിനുശേഷം നടന്ന സംഭവങ്ങളിൽ കടുത്ത അതൃപ്തിയും രാജ്ഭവനുണ്ട്. ഇന്നലെ രാജ്ഭവന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് VC ആയിരുന്ന മോഹനൻ കുന്നുമേലിന്റെ തീരുമാനത്തിന് മുകളിൽ കയറി ഈ രജിസ്ട്രാറെ തിരിച്ചെടുക്കാൻ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. അതും താൽക്കാലിക VC ആയിരുന്ന സിസ തോമസിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് സിസ തോമസ് ഒരു ഘട്ടത്തിൽ ഈ സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോയെങ്കിലും സിൻഡിക്കേറ്റ് യോഗം ചേരുകയും അതിൽ താൽക്കാലിക രജിസ്ട്രാറെ ചുമതല ഉണ്ടായിരുന്ന സീനിയർ ജോയിന്റ് രജിസ്ട്രാറെ കൂടി ഉൾപ്പെടുത്തി ആ രജിസ്ട്രാർ തീരുമാനമാക്കി രേഖപ്പെടുത്തുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഈ സാഹചര്യങ്ങളെല്ലാം കടുത്ത അതൃപ്തിയിലാണ് രാജ്ഭവൻ. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ സിൻഡിക്കേറ്റിനെ തന്നെ പിരിച്ചുവിടാവുന്ന അസാധുവാക്കാവുന്ന നടപടിയിലേക്ക് രാജ്ഭവൻ പോകാനും സാധ്യതയുണ്ട്. എന്തായാലും രണ്ട് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങൾ, അതായത് ഒന്നുകിൽ സിൻഡിക്കേറ്റ് എടുത്ത ആ തീരുമാനം അസാധുവാക്കാനുള്ള ഓപ്ഷൻ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം സിൻഡിക്കേറ്റ് നടത്തി കഴിഞ്ഞാൽ ആ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാം എന്നുള്ള ഒരു ക്ലോസ് ഈ സർവകലാശാല നിയമങ്ങളും സ്റ്റാറ്റ്യൂട്ടിലും ഉണ്ട്. അത് പ്രയോഗിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഗവർണർ ഇന്ന് രാത്രിയോടുകൂടി എത്തും. അതിനുശേഷമായിരിക്കും അടിയന്തര നടപടിയിലേക്ക് കടക്കുക. നാളെ ആ നിലയ്ക്ക് നിർണായക തീരുമാനങ്ങൾ രാജ്ഭവനിൽ നിന്നുണ്ടായേക്കാം ഈ വിഷയത്തിൽ, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നാളെ, അതായത് ഇന്ന് രാത്രിയോടുകൂടി ഗവർണർ എത്തിയതിനു ശേഷമായിരിക്കും ഇതിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. നാളെയാണ് അത് പ്രഖ്യാപിക്കാൻ സാധ്യത. നാളെ ഇത് നിയമോപദേശം രാജ്ഭവന് കിട്ടിക്കഴിഞ്ഞു. ഇനി അത് പ്രഖ്യാപിച്ചാൽ മാത്രം മതിയാകും. അതിൽ എന്ത് വിവേചനം, കാരണം അത് ഗവർണറുടെ വിവേചന അധികാരം കൂടിയാണ്. ഇത്തരത്തിൽ സിൻഡിക്കേറ്റിനെ അസാധുവാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും രാഷ്ട്രീയ കോലാഹലങ്ങളിലേക്കും കടക്കും. നിലവിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് തന്നെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ ഇവിടെ കണ്ടതാണ്. പക്ഷേ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റിനെ അസാധുവാക്കുന്ന അല്ലെങ്കിൽ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടുന്ന നിലയിലേക്ക് ഗവർണറുടെ നടപടി പോയി കഴിഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ വിവാദമായി തന്നെ മാറും. ഇന്ന് സർക്കാർ തലത്തിൽ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ തലത്തിലടക്കം ചെറിയൊരു ഡിഫൻസ് ഉണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായി ഗവർണറെ വിമർശിച്ചെങ്കിലും ഇന്ന് പറഞ്ഞിരുന്നത് ഈ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള, അല്ലെങ്കിൽ വിവാദങ്ങൾ ഒഴിവാക്കി പോകണം എന്നുള്ള അഭിപ്രായമായിരുന്നു. എന്തായാലും ഈ ഡിഫൻസ് ഈ രജിസ്ട്രാറുടെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുപ്രധാനമായി രേഖപ്പെടുത്തിയിരുന്നത് നിയമവിരുദ്ധ പ്രവർത്തനം, ഇല്ലീഗൽ ആക്ടിവിറ്റി എന്നുള്ളതാണ്. അതാണ് ഈ ഒരു നടപടി എടുക്കാൻ ഗവർണർക്ക് സാഹചര്യം ഒരുക്കുന്നതും അല്ലെങ്കിൽ അത്തരമൊരു നിയമോപദേശം ലഭിച്ചിരിക്കുന്നതും. വിജയകുമാർ. യെസ്, ഏതായാലും കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് പിരിച്ചുവിടാമെന്ന് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. രണ്ട് അഭിഭാഷകർ ആ നിയമോപദേശം നൽകിയിട്ടുണ്ട്. ഡോക്ടർ സിസ തോമസ് വളരെ വിശദമായ റിപ്പോർട്ട് ഈ വിഷയത്തിൽ ഗവർണർക്ക് നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ. അതിന്മേലാണ് ഇപ്പോൾ ഗവർണർ നിയമോപദേശം തേടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. സിൻഡിക്കേറ്റിനെ അപ്പാടെ പിരിച്ചുവിടാം, ഗവർണർക്ക് ചാൻസലർ എന്ന നിലയിൽ അധികാരമുണ്ട് എന്നാണ് ഈ നിയമോപദേശം വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ നാളെ രാജ്ഭവനിൽ നിന്ന് നിർണായക തീരുമാനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായേക്കും എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സുംബ വിവാദത്തിൽ അധ്യാപകന്റെ സസ്പെൻഷൻ റദ്ദാക്കി ഹൈക്കോടതി. TK അഷ്റഫിനെതിരായ നടപടിയാണ് റദ്ദാക്കിയത്. നടപടി പുനഃപരിശോധിക്കാൻ മാനേജ്മെന്റിന് കോടതി നിർദ്ദേശം നൽകി. അധ്യാപകന്റെ മറുപടി കേൾക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സുംബ സ്കൂളുകളിൽ നടപ്പാക്കുന്നതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ് TK അഷ്റഫിനെതിരെ നടപടിയെടുത്തത്. തൃശൂർ
തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് അതീവ രഹസ്യമായാണ് മൊഴിയെടുത്തത്. പൂരം അലങ്കോലപ്പെട്ടതിലെ ഗൂഢാലോചന സംബന്ധിച്ചാണ് പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. അതിൽ ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണമാണ് ബാക്കിയുള്ളത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തത്. പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുപ്പ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. സുരേഷ് ഗോപി പൂരം അലങ്കോലപ്പെട്ട സമയത്ത് ആംബുലൻസിലെത്തിയതടക്കം ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞു. BJP പ്രവർത്തകരാണ് പൂരസ്ഥലത്തെ പ്രശ്നങ്ങൾ അറിയിച്ചതെന്നാണ് കേന്ദ്രമന്ത്രിയുടെ മൊഴി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ സംഘപരിവാർ ഗൂഢാലോചന എന്നായിരുന്നു CPIയുടെ ആരോപണം. സുരേഷ് ഗോപി ആംബുലൻസിൽ സ്ഥലത്തെത്തിയത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPI തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. സുരേഷ് ഗോപിയുടെ ഇടപെടൽ അസ്വാഭാവികമെന്നാണ് പ്രത്യേക സംഘത്തിന് CPI നേതാവ് VS സുനിൽകുമാർ നൽകിയ മൊഴി. 24 തിരുവനന്തപുരം. വയനാട്ടിൽ CPMന്റെ സംഘടനാ പ്രതിസന്ധി രൂക്ഷമാക്കി കണിയാമ്പട്ടയിലും ഒരു വിഭാഗം നേതാക്കൾ. 5 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരും അടക്കം നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി. ലോക്കൽ സമ്മേളനത്തിലെ വോട്ടിംഗിനിടെ അട്ടിമറി ആരോപണം അടക്കം ഉന്നയിച്ചാണ് പ്രതിഷേധം. സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളിൽ നിന്ന് നീതി ഉണ്ടായിട്ടില്ല എന്നും പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചുവെന്നും നേതാക്കൾ പിന്നീട് പറഞ്ഞു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് AV ജയനെതിരായ നടപടി CPIMൽ കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് കനിയാമ്പറ്റയിൽ നിന്നും വിമതസ്വരം ഉയരുന്നത്. സംഘടനാ പ്രവർത്തനം നിർത്താൻ തീരുമാനിച്ചവരിൽ മുൻ ലോക്കൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുണ്ട്. 5 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് നിർജീവമാകാൻ തീരുമാനിച്ചത്. കനിയാമ്പറ്റയിൽ കഴിഞ്ഞ ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് പരാതി. ലോക്കൽ കമ്മിറ്റി വിഭജനവും സമ്മേളനത്തിലെ അട്ടിമറി ആരോപണവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. ആദ്യം തന്നെ ഈ ലോക്കൽ കമ്മിറ്റിയെ വിഭജിക്കുന്ന തീരുമാനമെടുത്തു. അത് സംഘടനാ വിരുദ്ധമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. 10 ബ്രാഞ്ച് വിഭജിക്കുമ്പോൾ സാധാരണഗതിയിൽ ഏരിയ സെക്രട്ടറി ഇരുന്നു കൊണ്ട് ലോക്കൽ കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനം എടുക്കുക. ലോക്കൽ കമ്മിറ്റിയെ അറിയിച്ചില്ല എന്ന് മാത്രമല്ല, ലോക്കൽ മെമ്പർമാർക്കോ ബ്രാഞ്ച് മെമ്പർമാർക്കോ ആർക്കും ഈ ലോക്കൽ കമ്മിറ്റി വിഭജിക്കുന്ന വിവരം സമ്മേളനത്തിന്റെ തലേ ദിവസം വരെ അറിയില്ല എന്നുള്ളത്. ജില്ലാ സമ്മേളനത്തിലെ വിഭാഗീയതയുടെ തുടക്കം കനിയാമ്പറ്റയിൽ നിന്നായിരുന്നു എന്നാണ് നേതാക്കൾ പറയുന്നത്. പാർട്ടിയിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് നിലപാടെന്നും മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ലെന്നും നേതാക്കൾ. ഞങ്ങൾ പാർട്ടിക്കെതിരല്ല, പാർട്ടി ഞങ്ങളെ നെഞ്ചോളെത്തിയ പാർട്ടിയാണ്. ഞങ്ങളെ പാർട്ടിക്ക് എപ്പോൾ ഉണ്ടാവും. പാർട്ടി അനുഭാവിയെ തുടരാൻ ഇവരെ ഷീട്ടൊന്നും വേണ്ടല്ലോ. ഞങ്ങൾ അതിൽ തന്നെ ഉണ്ടാവും, പാർട്ടിയിൽ ഉറച്ചു നിൽക്കും. ഞങ്ങൾ ഇതിന് വിജയം കാണുന്നവർ പോരുന്നു. ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിലും കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ വിശ്വാസമുണ്ട്. ഞങ്ങൾ കൺട്രോൾ കമ്മീഷനും സംസ്ഥാന സെക്രട്ടറിക്കോ പരാതി കൊടുത്താണ്. ഇനി വരാൻ പോകുന്നത് തങ്ങളെ മോശക്കാരാക്കുന്ന പാർട്ടി പ്രസ്താവനയാകുമെന്നും അത് നേരിടാൻ തയ്യാറാണെന്നും നേതാക്കൾ പറയുന്നു. കേണിച്ചിറ പൂതാടി മേഖലയിൽ AV ജയനൊപ്പം നിൽക്കുന്ന പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ ഇന്നലെ CPIM ജില്ലാ നേതൃത്വം വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. സംഘടനാ പ്രശ്നങ്ങൾ കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് നേതൃത്വത്തിനും തലവേദനയാവുകയാണ്. 24 വയനാട്. ഉത്തരേന്ത്യയിൽ കനത്ത നാശം വിതച്ച് പേമാരി തുടരുകയാണ്. ഹിമാചലിൽ മാത്രം മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 78ആയി. 37 പേരെ കാണാനില്ല. ഉത്തരാഖണ്ഡിൽ 4 ജില്ലകളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ഡൽഹിയിലും ജാഗ്രതാ നിർദ്ദേശം. ആഴ്ചകളായി തുടരുന്ന മഴക്കെടുതിക്ക് അറുതിയില്ല. ഹിമാചലിൽ മരണം 78 കടന്നു. മണ്ണിടിച്ചിലിലും ഒഴുക്കിലും പെട്ട് കാണാതായ 37 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ ചമ്പ, മാണ്ഡി ജില്ലകളിൽ മേഘവിസ്ഫോടനമുണ്ടായിരുന്നു. കനത്ത മഴയെ തുടർന്ന് ഇന്നും സംസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും സമാനമാണ് സ്ഥിതി. തെഹ്രി, ഉത്തരകാശി, രുദ്രപ്രയാഗ്, ചമോലി ജില്ലകളിലാണ് മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകിയത്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും മുന്നൊരുക്കങ്ങൾ നടത്താനും ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴ കനക്കുകയാണ്. ഹരിയാന, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ദില്ലിയിൽ ഒരിടവേളയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഗതാഗതം മണിക്കൂറോളം സ്തംഭിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അടുത്ത ഒരാഴ്ച കൂടി ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം. 24 ഡൽഹി. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരണം 82ആയി. മരിച്ചവരിൽ 28 കുട്ടികളും ഉൾപ്പെടുന്നു. മേഖലയിൽ വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടായേക്കാമെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രളയബാധിത പ്രദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശിക്കും. മിന്നൽ പ്രളയം തകർത്ത കെയർ കൗണ്ടിയിൽ മാത്രം 68 പേർക്ക് ജീവൻ നഷ്ടമായി. ഇതിൽ 28 കുട്ടികളുണ്ട്. മറ്റിടങ്ങളിൽ 10 മരണം സ്ഥിരീകരിച്ചതായി ടെക്സസ് ഗവർണർ അറിയിച്ചു. സമ്മർ ക്യാമ്പിലുണ്ടായിരുന്ന കുട്ടികളും കാണാതായവരിൽ പെടുന്നു. വിവിധ പ്രദേശങ്ങളിൽ കുടുങ്ങിയ 850-ലേറെ പേരെ ഇതിനോടകം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു.
അവസാനത്തെയാളെയും കണ്ടെത്തും വരെ രക്ഷാപ്രവർത്തനം തുടരുമെന്ന് ടെക്സസ് എമർജൻസി മാനേജ്മെന്റ് ഡിവിഷൻ അറിയിച്ചു. കനത്ത മഴയും നദികൾ കരകവിഞ്ഞൊഴുകുന്നതും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് ടെക്സസിലെ കെർകൗണ്ടിയിൽ ഗ്വാഡുലൂപ്പ് നദിയിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നതാണ് മിന്നൽ പ്രളയത്തിന് കാരണം. മേഖലയിൽ വീണ്ടും വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച പ്രളയബാധിത പ്രദേശം സന്ദർശിക്കും. ഇന്റർനാഷണൽ ഡെസ്ക് 24. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.